അസ്സലാമു അലൈക്കും. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ്. അതായത് ഇത് നമ്മൾ വീട്ടിൽ ഈ കൊഞ്ചുമൊക്കെ വാങ്ങിക്കുമ്പോൾ കൊഞ്ചില്ലേ, അതായത് ചെമ്മീനൊക്കെ വാങ്ങിക്കുമ്പോൾ 5-6 ചെമ്മീനൊക്കെ എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സൂപ്പായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ഞാൻ ചെറിയ കൂണില്ലേ, അതായത് അരിക്കുമ്മിളും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഒരു പിടി കുമ്മിൾ കിട്ടിയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അതിലേക്ക് പാൻ അടുപ്പിൽ വെച്ച് ബട്ടർ ഇട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇത് ബട്ടർ ഇട്ടൊന്ന് ചെറിയ ബ്രൗൺ നിറമായതുകൊണ്ടാണ് ഈ ഒരു നിറത്തിലുള്ളത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു വെളുത്തുള്ളിയുടെ പച്ച നിറം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ചെമ്മീൻ, അതായത് കൊഞ്ച് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തതാണ്. അതായത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ കിട്ടണ്ടേ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ കൊടുക്കുമ്പോൾ അവരൊക്കെ സൂപ്പിൽ നമുക്ക് ഒരു സ്പൂൺ എടുത്ത് വയ്ക്കുമ്പോൾ അതിൽ ചെമ്മീൻ കടിക്കാൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി, അതായത് ബട്ടറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ ചെമ്മീൻ്റെ നിറം ഉണ്ടല്ലോ, ഒരു വെന്ത നിറമാവൂലേ അത്. അപ്പോൾ ആ നിറം ആവുന്നത് വരെ നമ്മളൊന്ന് ബട്ടറിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഈ ക്രഷ് ചെയ്തൊരു അരച്ചെടുത്തതുപോലെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാം ഒട്ടിയാണ്ടിരിക്കണം. ഒന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ഇളവി ഒന്ന് നമുക്ക് ആ കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച് ചെറുതായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് നന്നായിട്ട് കഴുകി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ട് പെട്ടെന്ന് ഒരുപോലെ ഒരേ രീതിയിൽ വെന്ത് കിട്ടണമല്ലോ, ഒന്ന് ആവിയിലൊന്ന് വെന്ത് കിട്ടണമല്ലോ, അതുപോലെ അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ചെറിയൊരു വെന്ത ഒരു രീതി ആവുന്നത് നന്നായിട്ടൊന്ന് ബട്ടറിൽ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഒന്ന് വെന്തതുപോലെ ആവുമ്പം നമുക്കതിലേക്ക് കുരുമുളക്, ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് നമുക്കതിൽ ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കല്ല, കുരുമുളക് മാത്രമേ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലൊരു ക്രീമി ആയിട്ടുള്ള സൂപ്പാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കോൺഫ്ലവർ ഇട്ട് കൊടുത്താലും മതി. ഫ്രഷ് ക്രീമിന് പകരം അല്ലാതെ ഞാൻ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത്തിരി കൂടെ ക്രീമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചെറിയ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ബട്ടറിൽ ഒന്നാകുമ്പോൾ പെട്ടെന്ന് പച്ചമണം മാറിക്കിട്ടും എന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ആവശ്യമായ നമുക്ക് എത്രത്തോളം ലൂസായിട്ട് നമുക്ക് ഒരു കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അതായത് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം പാൽ ആവശ്യമായിട്ടുള്ള. ഇനി കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതിനാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ കോൺഫ്ലവറും എല്ലാം ഒക്കെ നന്നായിട്ട് മിക്സ് ആകും വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ക്യാമറ എന്തോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, അതാണ് കുറച്ച് നേരം ഒന്ന് ഇളക്കലിട്ട് അതൊന്ന് ഇതാക്കിക്കൊണ്ടിരിക്കണം, കൊണ്ടാണ് ഇളക്കാത്തത്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരും. കോൺഫ്ലവർ ഇട്ടതുകൊണ്ടേ അത് നന്നായിട്ടൊന്ന് കുറുകി വരും. എൻ്റെ ഇത് കണ്ടില്ലേ, ഇപ്പോൾ മുമ്പത്തേനേക്കാളും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, ഇതിനേക്കാളും കൂടുതൽ കുറുകും. പിന്നെ പാലൊഴിച്ചിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം വേണമെങ്കിൽ അതിലോട്ട് വേണമെങ്കിൽ കൊടുക്കാം. കുറുകി വരെ ക്രീമി ആയിട്ട് എത്ര വേണം അതനുസരിച്ചുള്ള വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതല്ല വേണ്ട അത്രയും വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇത്തിരി നല്ല ക്രീമി ആയിട്ടിരിക്കണമെങ്കിൽ അതത്ര ആവശ്യത്തിന് മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും കുരുമുളക് ഇട്ടു. ഇത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ കുരുമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണേ. ഫ്രഷ് ക്രീം അമൂലിൻ്റെതുണ്ട്, മിൽക്കി മിസ്റ്റ് ഉണ്ട്, ഏതാണോ ഉള്ളത് ഒഴിച്ചു കൊടുക്കുക. അതില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പം അതിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട.
ആവശ്യത്തിനുള്ള ക്രീം ഉപയോഗിക്കുന്നുണ്ട്, അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. നമ്മൾ കോൺഫ്ലവർ ഉപയോഗിച്ചത് കൊണ്ട് കുറച്ച് മതി. അത് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് കുരുമുളക് കൊണ്ട് ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സൂപ്പ് ഉണ്ടാക്കാൻ. നിങ്ങൾ തയ്യാറാക്കി വെക്കുക. നല്ല അടിപൊളി സൂപ്പാണ്. നല്ല ചൂട് സൂപ്പും. പനിയൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താണോ ഉള്ളപ്പോൾ ചിക്കനുണ്ടെങ്കിൽ ചിക്കനായിട്ട് ഇത് ഈ രീതിയിൽ ഉണ്ടാക്കിയാലും നമുക്ക് ഇതേ രീതിയിൽ കഴിക്കാൻ പറ്റും. എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ.